ആരെയും ഭയമില്ലാത്ത ഒരു തെമ്മാടിക്കൂട്ടം ഇവിടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അവർക്ക് ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു ബോധ്യമാണ് ആ പയ്യനെതിരെ ആയുധമെടുത്ത്, ആയുധം എന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടിയ, നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾ കേട്ട് കാണും ആ ശബ്ദം. നമ്മൾ പാമ്പിനെയൊക്കെ അടിച്ചു കൊല്ലാനാണ് 2-3 പ്രാവശ്യം ഓങ്ങിയിട്ട് തലയ്ക്കടിക്കുന്നത്. കൊല്ലാൻ വേണ്ടിയുള്ളൊരടിയാണ് അവിടെ അവനെതിരെ ഉയർന്നത്. കൊച്ചിനെ കാണുമ്പോൾ അവൻ അറിഞ്ഞുകൂടായിരുന്നു, അത്രയും ക്രൂരമായിട്ട് അവൻ ചെയ്തത്. ജംഗ്ഷനിലെ LP സ്കൂൾ, കീച്ചപ്പള്ളി ഗവൺമെൻറ് LPSൽ തീർച്ചയായിട്ടും പൊതുദർശനം ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും അവനെ കാണാൻ ചേതനേറ്റ ശരീരമാണെങ്കിൽ പോലും അവനെ കാണാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ആളുകളെല്ലാം വിളിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മനുഷ്യത്വം മരവിച്ചു പോകും. അതിനൊരു ഉദാഹരണമാണ് ഈ പോസ്റ്റിൽ കാണുന്ന ഈ ഹരികൃഷ്ണൻ്റെ ഈ ഒരു ഫോട്ടോ. കൊച്ചുമക്കൾ ആവാൻ പ്രായമുള്ള മുതിർന്നവർ, അവരാണ് ഈ ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെ തല്ലിക്കൊന്നത്. എന്ത് ചെയ്യാം, നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയി. അദ്ദേഹത്തിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. എന്നാൽ ഇന്നിപ്പോൾ അദ്ദേഹം ഈ ഒരു നാടിനോട് തന്നെ വിടവാങ്ങിയിരിക്കുകയാണ്. ഇതിന് നീതി കിട്ടണം ഞങ്ങൾക്ക്, അത് നിർബന്ധമാണ്. കൊച്ചുനാൾ മുതലേ എൻ്റെ കൊച്ചുമോൻ്റെ കൂടെ പഠിക്കുന്ന വെച്ച കൊച്ചുനാൾ മുതലേ ഞങ്ങൾ കാണുകയും കേൾക്കുകയും അന്നും കണ്ടതാ. ഒരു എന്നെ ശല്യം അന്നേ നിറങ്ങി പഠിക്കാൻ പോയാലും നിങ്ങൾ പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന കുടുംബം പോറ്റുന്നത് അങ്ങനെയുള്ള ഒച്ച. അതുകൊണ്ട് ശകലം ബുദ്ധിമുട്ടുണ്ടത്. പ്രത്യേകിച്ച് ഇതിന് നമുക്ക് ഇവരെ വെറുതെ ഒരിക്കലും വിടരുത്. ഇനി ഒരിക്കലും ഒരു കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടാകരുത്. എൻ്റെ കൊച്ചച്ഛൻ്റെ മകനാണ് മരിച്ചത്. ഇങ്ങനൊരു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും ആണെന്നുണ്ടെങ്കിലും വളരെ ഞെട്ടലോടെയാണ് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതികളെ പിടിച്ചു എന്ന് അറിയപ്പെട്ടു. പക്ഷേ പ്രതികളെ പിടിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനകത്തോട്ട് എത്രത്തോളം ശിക്ഷ അവർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം ശിക്ഷ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതിലാണ് ഞങ്ങൾക്ക് ആകെ ഒരു വിഷമം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രതികളെ പിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവൻ അനുഭവിച്ച ഒരു വേദന അത് എത്രത്തോളം ആണെന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതിൻ്റെ പകുതി പോലും ഇപ്പോൾ പിടിച്ച പ്രതികൾക്ക് അത് കിട്ടുമോ എന്നുള്ളൊരു നമുക്ക് തന്നെ ഡൗട്ടിൽ നിൽക്കുന്നൊരു കാര്യമാണ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ ഇതേപോലെ തന്നെ പുറത്തിറങ്ങി വീണ്ടും ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ പോകുന്നൊരു രീതിയാണ് ഇപ്പോൾ കേരളത്തിലെ നിയമവും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇത് ആ ഒരു രീതിയിൽ എത്രത്തോളം ഒരു ഇതിൽ മാക്സിമം അവർക്ക് എന്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ബന്ധുക്കളുടെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു അഭിപ്രായം. ഒരു 18 വയസ്സുള്ള കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നാട്ടിൽ ഒരു ആളുടെ ജീവൻ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് റൈറ്റ് ടു ലൈഫാണ്, ജീവിക്കാനുള്ള അവകാശമാണ്. അത് ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. റൈറ്റ് ടു ലൈഫ് ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നതാണ്. അത് അമ്മയുടെ ഗർഭപാത്രം മുതൽ സ്വാഭാവികമായി മരിക്കുന്നതും സമയം വരെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഭ്രൂണഹത്യ പോലും നിയമപരമായി ബാൻ ചെയ്തേക്കുന്ന രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ രാജ്യത്ത് സാധാരണക്കാരായ മനുഷ്യർക്ക് തുറന്ന സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാനോ പൊതുവിടങ്ങളിൽ പോകാനോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനോ സാധിക്കില്ല എന്നുള്ള മെസ്സേജാണ് ഈ കൊച്ചു പയ്യൻ്റെ മരണത്തിൽ കൂടി വെളിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവന് നല്ല രീതിയിൽ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ നാളെ ഇതേപോലുള്ള പ്രവൃത്തികളാണ് കാണുന്നത്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ ഇവർക്ക് നല്ല ശിക്ഷ തന്നെ, കഴിവതും തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഒരു പൊടി കുഞ്ഞാണ്. അവൻ്റെ ഈ ചെയ്തവൻ്റെ കൊച്ചുമോൻ്റെ പ്രായം പോലും ഇല്ല. കുഞ്ഞാന്നേ ഒരു കാരണവശാലും ഒന്നിനും പോകുന്ന ഒരു കുഞ്ഞല്ല. നമ്മുടെ കുഞ്ഞായോണ്ട് പറയുകയല്ല, അതെല്ലാവരും ഞാനിവിടെ വന്ന് അന്വേഷിച്ചത്തോളം എല്ലാവരും പറയുന്നത് ഒരു യാതൊരു വിധമായ പ്രശ്നങ്ങൾക്കും രണ്ടുപേരും എവിടെങ്കിലും പോയാൽ തന്നെ അമ്മയുടെ ഇടവും ബലവും കാണുമെന്ന് പറയുന്നത്. കഴിഞ്ഞ ചേരി ഉത്സവത്തിന് എൻ്റെ വൈഫ് കണ്ടായിരുന്നു. അപ്പോൾ അവർ കണ്ടു ഇങ്ങനെ ഇടവും ബലവും നിന്ന് ഇങ്ങനെ പോകുന്ന രംഗമൊക്കെ കണ്ടായിരുന്നു. കൊല്ലം ജില്ലയിലെ കീച്ചപ്പള്ളി സോപാനത്തിൽ വീട്ടിൽ ജയസേനൻ രജനി ദമ്പതികളുടെ 2 മക്കളെ ഇളയ മകൻ ഹരികൃഷ്ണൻ 18 വയസ്സാണ്. പോളിടെക്നിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. കൊല്ലം ജില്ലയിലെ ശക്തികുളകര മരുത്തടിയിലെ
അമ്മ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം കാണാൻ പോയതാണ്. അവിടെ വെച്ചാണ് ഒരു കൂട്ടം നരാധകന്മാർ തല്ലിക്കൊല്ലുന്നത്. ഇത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. പോലീസിൻ്റെ പരാജയമാണ്, നിയമങ്ങളുടെ പരാജയമാണ്. ഇവിടെ പരാജയപ്പെടുന്ന ഭരണഘടനയാണ്. അതായത് എൻ്റെ ജീവന് സുരക്ഷിതത്വം ഇല്ല എന്ന ബോധ്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി രണ്ടാമത്തെ ഘട്ടം, നിങ്ങൾ ഈ വീട് കണ്ടു കാണും. നിസ്സഹായരായൊരു മാതാപിതാക്കൾ, വികലാംഗരായ മാതാപിതാക്കളുടെ പ്രതീക്ഷകളായ 2 മക്കളാണ്. അതിൽ മിടുക്കനായ ഇളയ പയ്യനാണ് 18ാമത്തെ വയസ്സിൽ ഇല്ലാതായത്. 18 വർഷം ഒരമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഒരു അമ്മയുടെ നിലവിളിക്ക് ഈ രാജ്യത്ത് ഒരു വിലയില്ലാതായിരിക്കുക എന്നുള്ളതാണ്. ഈ വീട് വരും കാലങ്ങളിൽ സംരക്ഷിക്കേണ്ട, ഈ വീട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, കുടുംബം കൊണ്ടുപോകേണ്ട ഒരു പയ്യൻ നാളെ ചേതനയേറ്റ ശരീരമായി വീട്ടിലേക്ക് വന്നു കയറുകയാണ്. ഇത് നമ്മുടെ പരാജയമാണ്, സമൂഹത്തിൻ്റെ പരാജയമാണ്, നമ്മുടെ നിയമങ്ങളുടെ പരാജയമാണ്. ഈ പ്രതികൾ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഒരു പട്ടിയെ അടിച്ചു കൊല്ലുന്നത് പോലെ തൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് ഒരാളിനെ അടിച്ചു കൊല്ലാൻ കഴിയുന്നത്? ഒരു പട്ടിയെ അടിച്ചു കൊല്ലാൻ നമുക്ക് പേടിയാണ്. കാരണം നിയമത്തിൻ്റെ കുരുക്ക് എന്നെ നിങ്ങളെയും എന്ത് ചെയ്യും? അതിൽ നിന്ന് തടയും. പക്ഷേ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലാൻ ഒരു തടസ്സവും ആ മനുഷ്യനുണ്ടായില്ല എന്നുള്ളത് വീഡിയോയിൽ വ്യക്തമാണ്. കാരണം നിസ്സംശയം ഈ രാജ്യത്ത് ആരെയും കൊല്ലാം എന്നൊരു ബോധ്യം ഇവിടുത്തെ മനുഷ്യരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ആ വീഡിയോയിൽ കൂടി വെളിവാകുന്നത്. മറ്റൊന്ന്, ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ സ്റ്റേറ്റിൻ്റേതാണ്. ഈ കുടുംബത്തെ സ്റ്റേറ്റ് സംരക്ഷിക്കണം. ഈ കുടുംബത്തിലെ അതിൻ്റെ പ്രശ്നങ്ങൾ സ്റ്റേറ്റ് ഏറ്റെടുക്കണം. അവൻ്റെ സഹോദരന് തൊഴിൽ നൽകി ഈ കുടുംബത്തെ സംരക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും അവൻ്റെ അയൽവാസി എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത്. 4 ദിവസം പള്ളിക്കൂടത്തിൽ പോയിട്ട് പഠിത്തമില്ലാത്ത ദിവസം ഒരു മൈക്കാട് പണിക്ക് പോയാൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ ജീവിച്ച 2 കൊച്ചുങ്ങളായി. കൊച്ചുങ്ങൾ ഒരു വഴക്കിനോ ഒരു വയ്യാവേലിക്ക് ഒന്നിനും പോകാത്ത 2 കുഞ്ഞുങ്ങൾ, അവരെ ഈ താക്കിയവനെയൊക്കെ ഒരു മനുഷ്യർ ഇച്ചിപ്പോന്നവർ പറഞ്ഞിട്ടില്ല. ഇന്ന് പിള്ളേരല്ല, പിള്ളേർ അത്രയ്ക്കും നല്ല പിള്ളേരായിരുന്നവർ. 18 വയസ്സാവുന്നതിന് മുമ്പ് അത്രയും പ്രായമുള്ള ഒരാൾക്ക് എങ്ങനെ തോന്നി അടിച്ച് ശരിയാക്കാന്? ഇതേപോലെ ഒരു പിള്ളേരും കഷ്ടപ്പെടുന്നില്ലെന്ന്. അന്തയ്ക്കും തള്ളയ്ക്കും വയ്യാത്തവരെ ഒരു ഓണം വന്നാൽ പോലും ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പോലും ആ കുഞ്ഞുങ്ങൾ പറയത്തില്ല. ഒരു ഉള്ളതും കൊണ്ടാണ് കഴിയുന്നത്. അത്രയ്ക്ക് നല്ല പിള്ളേരായിരുന്നു. പള്ളിക്കൂടത്തിൽ പോകും, ലീവുള്ള ദിവസം അവത്തുങ്ങൾ ജോലിക്ക് പോയ അവത്തുങ്ങൾ വണ്ടിക്കൂലി ഒപ്പിക്കുന്നത്. അന്തയ്ക്കും തള്ളയ്ക്കും വയ്യാത്തതുകൊണ്ട് ഈ പ്രായത്തിലുള്ള പിള്ളേരെയൊക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവനൊക്കെ പിന്നെ എന്തോ ചെയ്യുന്നത്? അവനല്ലെങ്കിൽ ചെയ്യും. മരുത്തടി എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ, കൊല്ലത്ത് രാമകുളങ്ങരയ്ക്ക് പടിഞ്ഞാറ് മരുത്തടി എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ അവൻ്റെ അമ്മയുടെ നാടാണ്. അവിടെ അവൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്, എൻ്റെ അളിയനാണ് അവിടുത്തെ ഉത്സവത്തിന് അവരെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. തീർച്ചയായിട്ടും കുടുംബപരമായ ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അവിടെ ആ കുട്ടികൾ ഒന്നിച്ച് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് അവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് ഈ 33 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി സംഘർഷം ഉണ്ടാക്കാനുള്ള യാതൊരു സാഹചര്യവും, എന്ന് മാത്രമല്ല ഈ നാട്ടിൽ ഉള്ള മനുഷ്യരോട് പോലും ചിരിച്ചുകൊണ്ടല്ലാതെ വർത്തമാനം പറയാന്നല്ലാത്ത ഒരു പയ്യൻ മറ്റൊരിടത്ത് പോയൊരു സംഘർഷം ഉണ്ടാക്കുമെന്ന് ഈ ലോകത്താരോട് പറഞ്ഞാലും വിശ്വസിക്കില്ല. അപ്പം പർപ്പസായി ഈ നാട്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ച് അതിനുള്ള ഒരു സാഹചര്യവും നിങ്ങൾ ആ പ്രദേശത്ത് അന്വേഷിച്ചാൽ അറിയാം. ആ പ്രദേശത്തെ ആ വിവരങ്ങളെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനുഷ്യത്വരഹിതമായി മനുഷ്യനല്ലാത്ത ഒരുത്തൻ ചെയ്ത പ്രവൃത്തിയാണിത്. അവനെ പുറംലോകം, അവന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് വിലയുണ്ട് എന്ന് ഇവിടുത്തെ രാജ്യത്തെ മനുഷ്യർ ഉൾക്കൊള്ളണമെങ്കിൽ അവന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, അവന് വധശിക്ഷ കൊടുക്കാൻ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ തയ്യാറാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മൊഴിയെല്ലാം കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. മൊഴിയെല്ലാം കൊടുത്ത് ഇനി ശക്തികുളങ്ങര പോലീസാണ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്ത് പോകേണ്ടത്. ഇവിടുന്ന് വേണ്ടുന്ന ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്. 4 മണിക്ക് മുമ്പ് ചെന്നാൽ മാത്രമേ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഉച്ചയ്ക്ക് മുൻപായി ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും എന്തായാലും നാളെ ഒരു 2 മണി 3 മണിക്ക് ഉള്ളിൽ അവൻ്റെ സംസ്കാര കർമ്മങ്ങൾ നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.